എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കായിരുന്നു. ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ അമ്പിയാണ്. എന്നാ കഥ, എല്ലാവരും വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ, ഒരു ചേട്ടത്തിയുടെ ഭർത്താവിൻ്റെ കൂടെ അനിയത്തി ഒളിച്ചോടിപ്പോയ വിവരം ഇല്ലേ. അതും വെറുതെ ഒന്നുമല്ല പോയത്, അവർ ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇറങ്ങിപ്പോയേക്കുന്നത്. പണ്ടൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വീട്ടുകാർ അല്ലെ കടയിൽ പോവുക, അല്ലെങ്കിൽ സ്കൂളിൽ പോവുക, കോളേജിൽ പോവുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. വരാത്ത സമയമാകുമ്പം വീട്ടുകാർക്ക് ആദ്യമാണ് പരവേശമാണ്, വെപ്രാളമാണ്. അപ്പോൾ അവർ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ആരെങ്കിലും കൂട്ടുകാരനല്ലേ കൂട്ടുകാരി പറയുന്ന അതെ അവൻ്റെ കൂടെ അല്ലേ അവരുടെ കൂടെ ഒളിച്ചോടിയെന്ന്. ഇപ്പം കാലം മാറി, കഥയും മാറി ഗൈസ്. ഇപ്പോഴേ ലൈവ് ഒളിച്ചോട്ടമാണ് നടക്കുന്നത്. ലൈവായിട്ട് അങ്ങ് ഒളിച്ചോടുകയാണ്. അങ്ങനെ ഒരു ചേട്ടത്തിയുടെ ഭർത്താവിൻ്റെ കൂടെ അനിയത്തി ഒളിച്ചോടി. ഈ അനിയത്തിക്ക് വെറും 22 വയസ്സാണ്. അവരുടെ ക്ലിപ്പാണ് നിങ്ങൾ ആദ്യം കേട്ടത് കേട്ടോ. ഞങ്ങളെ ആരും അന്വേഷിക്കേണ്ട, ഞങ്ങൾ ഒളിച്ചോടാൻ പോവുകയാണെന്ന്. അത് ഈ അനിയത്തിയുടെ കല്യാണം, സാധാരണയൊക്കെ കല്യാണം നടന്നു കഴിഞ്ഞാൽ കല്യാണം നടക്കുന്നതിൻ്റെ തലേ ദിവസം പെണ്ണ് ഏതെങ്കിലും ഒരു ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവം. ഇവിടെ സ്വന്തം ചേട്ടത്തിയുടെ ഭർത്താവിൻ്റെ കൂടാണ് ഒളിച്ചോടിയേക്കുന്നത് ലൈവ് ഇട്ടിട്ട്. നിങ്ങളെന്നെ അന്വേഷിക്കുകയേ വേണ്ട. ഞാൻ എൻ്റെ ചേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എൻ്റെ ചേട്ടനാണ് എൻ്റെ എല്ലാം, എൻ്റെ ചേട്ടനാണ് എൻ്റെ എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് അവർ ഇത് കുറച്ച് നമുക്ക് കേൾക്കാം. എനിക്ക് ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടനുള്ളത്. അതിപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും വരരുത്. എൻ്റെ ചേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ എവിടെയെങ്കിലും സമാധാനമായിട്ട് പോയി ജീവിച്ചോട്ടെ. ഞങ്ങളില്ലാതെ, എനിക്ക് ചേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തേ ഇല്ല. അവൾക്ക് ഇപ്പം 22 വയസ്സാണുള്ളത്. 22 വയസ്സാണ് അവൾക്കുള്ളത് ഇപ്പോഴ്. അപ്പോൾ അവർ 3 വർഷമായിട്ട് സ്നേഹത്തിലാണ്. ഞങ്ങൾ 3 വർഷമായിട്ട് സ്നേഹത്തിലാണ്. ചേച്ചിക്ക് അറിയാം, മറ്റുള്ളവർക്കൊന്നും അറിയത്തില്ല. അപ്പം ഞങ്ങളെ ആരും തിരക്കി വരരുത്. ഞങ്ങൾ എവിടെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിച്ചോളാം. ഇവർ നേരത്തെ ഒളിച്ചോടാൻ ഇരുന്നതായിരുന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ സാലറി വരാത്തത് കൊണ്ടാണ് അവർ ഒളിച്ചോടാനായിട്ട് ലേറ്റായത്. അങ്ങനെ അവർ ഒളിച്ചോടി ഏറ്റുമാനൂരല്ല, നമ്മുടെ ഗുരുവായൂരെങ്ങാണ്ട് ചെന്നപ്പോൾ ഈ പെൺകുട്ടിക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോണൊക്കെ അവർ വിറ്റു. ലോഡ്ജിൽ അങ്ങനെ മുറിയെടുത്തു. അങ്ങനെ പോലീസുകാർ വന്നു, കണ്ടു, പൊക്കി. അതിനുശേഷം ഈ ചെറുക്കൻ ഈ പെൺകുട്ടിയെ പിന്നെ കേൾക്കുന്ന വാർത്തയാണ് ഇവളെ വിട്ടകന്നു പോയെന്ന്. പിന്നെ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി അവന് ചെയ്യേണ്ടതൊക്കെ അവൻ ചെയ്തതിന് ശേഷം അവൻ ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കുകയാണ്. ഇപ്പം പാർട്ട് 2 വരുന്നുണ്ട്. അതും അപ്പം ഇവരുടെ സാലറി വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. സാലറി വരാനായിട്ട് വൈകി. അത് നേരത്തെ ഒളിച്ചോടാനിരുന്നതായിരുന്നു, പക്ഷേ ഒളിച്ചോടിയില്ല. അപ്പോൾ ഈ പെൺകുട്ടി വിചാരിക്കണം ഇവിടെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണ്. അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഒരു കൊച്ചുകുട്ടിയാണ്. കണ്ടിട്ട് ഒരു 22 വയസ്സ് മാത്രമാണ് ആ കുട്ടിക്കുള്ളത്. അവൾ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ചേട്ടനും പറഞ്ഞ് മനസ്സിലാക്കത്തില്ല. ഇപ്പോൾ ചേട്ടത്തി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അവർക്ക് 2-3 പിള്ളേരുമായി. അപ്പോഴത്തേക്കും ചേട്ടത്തി ഇച്ചിരി പഴയതായി. അപ്പം പിന്നെ ഇത് ഫ്രഷ് സാധനമല്ലയോ. ഈ അനിയത്തി കൊച്ചെന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടിയാണ്, ഫ്രഷാണ്, വളരെ ഫ്രഷാണ്. അപ്പോൾ ഈ അനിയത്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നേ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. ഞാൻ ചേട്ടനെ പിടിച്ചൊന്നും വെക്കത്തില്ല. നമ്മുടെ നാഗ പറയുന്നത് പോലെ നിങ്ങൾക്ക് വരാം പോകാം, ഞാൻ ആരെയും ഇങ്ങനെ പിടിച്ച് കെട്ടി വെക്കത്തില്ലെന്ന് നമ്മുടെ നാഗചേച്ചി പറയുന്നത് പോലെ ഈ പെൺകുട്ടി പറയാണ്, ചേച്ചിക്ക് എപ്പോൾ ചേട്ടനെ കാണണമെന്ന് തോന്നിയോ അപ്പം ഞാൻ ചേട്ടനെ അങ്ങ് വിട്ട് തന്നേക്കാം. കാരണം ചേച്ചിയുടെ സ്വന്തം ഭർത്താവാണ്, ചേച്ചിയുടെ ഈ സ്വന്തം ഭർത്താവാണ് ഇയാൾ. ചേച്ചിക്ക് എപ്പം കാണണമെന്ന് തോന്നിയോ, എപ്പം കാണണമെന്ന് തോന്നിയോ അപ്പം ഞാൻ ചേട്ടനെ വിട്ട് തന്നേക്കാം. ചേച്ചിക്ക് വരാം, കാണാം, എന്ത് വേണേലും ചെയ്യാം. സ്വന്തം അനിയത്തി പറയുകയാണ്. എന്നാ കഥ.
കാലം മാറി, കഥയും മാറി. ഇപ്പം ഓരോ ദിവസവും ഓരോ വാർത്തകളാണ്, ഓരോ ന്യൂസാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബർമാർക്ക് നല്ല ഒരു കണ്ടൻ്റ് ആവും. ഒരാഴ്ച കാലത്തേക്ക് അവർക്ക് ഓരോ കണ്ടൻ്റ് ആവും. ഷോർട്ട് ഇടാം, ലോങ് ഇടാം. ആദ്യം ഈ പെൺകുട്ടി ഒളിച്ചോടിയപ്പോൾ ഒരു വീഡിയോ ഇട്ടായിരുന്നു ലൈവായിട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് പലരും പറയുന്നു ഈ പെൺകുട്ടി അത് കഴിഞ്ഞ് യവൻ പകുതി എങ്ങാണ്ട് ചെന്നപ്പോഴത്തെ അവൻ്റെ ഫോണും വിറ്റു, യവൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പൈസയും തീർന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ സാലറിയും കിട്ടിയില്ലെന്നേ. ഇവർ ഹോട്ടൽ മുറിയൊക്കെ എടുത്ത് ഇവർ പരിപാടികളെല്ലാം ചെയ്തതിന് ശേഷം ഈ പെൺകുട്ടിയെ പിന്നെ അങ്ങ് വിട്ടു. ഈ പെൺകുട്ടി ഒടുവിൽ കരഞ്ഞു കൂവി അവിടെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു, ഇനി നീ അകത്ത് കയറണ്ട, കാരണം സ്വന്തം ചേച്ചിയെ വഞ്ചിച്ചേച്ച് പോയവളാണ്, അതുകൊണ്ട് നീ ഇനി അകത്ത് കയറണ്ടാണെന്നും പറഞ്ഞ് ഈ പെൺകുട്ടിയെ അകത്തോട്ട് കയറ്റിയില്ല. ഈ പെൺകുട്ടി പിന്നെ കേൾക്കുന്ന വാർത്തയാണ് ഒരു മുസ്ലിം ആകാൻ പോവുകയാണെന്ന്. ഇനിയും മുസ്ലിം ആകാൻ പോകും. കാരണം കൊച്ചിന് ജീവിക്കണ്ടേ, കൊച്ചല്ലേ, 22 വയസ്സേ ഉള്ളൂ. ഇനി ഈ ചേട്ടൻ ഇനി കറങ്ങിത്തിരിഞ്ഞ് എങ്ങാണ് ഈ ചേച്ചിയുടെ അടുത്ത് വരുമോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ നമുക്ക് സംശയിക്കാതിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുണ്ട്. കാരണം ഇവൻ പറയുന്നുണ്ട്, നിങ്ങളാരും എന്നെ അന്വേഷിക്കേണ്ടാണ്, എനിക്ക് അവളില്ലാതെ എവക്ക് ഞാനില്ലാതെയും ജീവിക്കാൻ പറ്റത്തില്ല. ഉമ്മ കൊടുക്കുന്നുണ്ട് അങ്ങനെ. എന്നിട്ട് പിന്നെ അവൻ പറയുന്നുണ്ട്, ഞാൻ വരും, 3 പേരെയും കൂടെ എനിക്ക് കൊണ്ടുപോകാനുണ്ടെന്ന്. കാരണം ഈ 3 പേര് എനിക്ക് തോന്നുന്നത് ഈ അവൻ്റെ ഭാര്യയ്ക്ക് 3 അനിയത്തിമാരും കൂടി ഇനിയുണ്ട്, അവരെയും കൂടെ വന്ന് കൊണ്ടുപോകാനാണ്. പിന്നെ ആരാ അല്ലാതെ 3 പേര്. അപ്പം 3 അനിയത്തിമാർ. ഈ അനിയത്തിയെ ഒരു ദിവസമായപ്പോഴത്തേക്കിനോ മടുത്തന്നെ. ഒരു ദിവസമായി അവൻ ഹോട്ടൽ മുറി റൂം എടുത്ത് അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. അവന് തൃപ്തിയായി, അവൻ അവളെ ഉപേക്ഷിച്ചെന്ന്. എന്താ കഥ? സ്വന്തം സഹോദരിയുടെ ഭർത്താവാണ്, സ്വന്തമാണ് ഇല്ലേ? സ്വന്തം ഈ ചേട്ടനെ സ്വന്തം മകളെപ്പോലെ കാണേണ്ടതാണ് ഈ പെൺകുട്ടി. കൊച്ചുകുട്ടിയാണ്. ഈ പെൺകുട്ടിക്ക് അറിവില്ല, വിവേകമില്ല, ഇല്ലാഞ്ഞിട്ടായിരിക്കും ഈ പെൺകുട്ടി എന്തായാലും പോയത്. ഇപ്പോൾ ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് വിട്ടു. അവന് വേണ്ട, അവൻ മടുത്തവന്. കാരണം സാലറിയും കിട്ടിയില്ല. യവൻ വിചാരിച്ചു ഒരു ദിവസം ഈ പെൺകുട്ടിയെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് ഇനി പെൺകുട്ടിയെ അങ്ങ് ഉപേക്ഷിച്ചേക്കാമെന്ന്. ആ പാവം കുട്ടി, ആ കുട്ടിയുടെ ജീവിതം നശിച്ചില്ലേന്ന്. അവൻ നിമിത്തം ആ കുട്ടിയുടെ ജീവിതമല്ലേ നശിച്ചത്. പക്ഷെ ആ കുട്ടി അത് ഓർത്തോ? ഈ നമ്മുടെ നാട്ടിൽ ആദ്യമൊക്കെ നമ്മളെ കാണുമ്പോൾ എല്ലാവരും പൊന്നയെ മുത്തയെ തേനയെ ചാട്ടി ചെയ്യുന്നു. അയ്യോ, കഴിച്ചോ, കുടിച്ചോ, കുളിച്ചോ, തിന്നോ, ഉറങ്ങിയോ? എല്ലാ പെൺകുട്ടികളും അങ്ങനെ. ഈ ഭർത്താക്കന്മാരൊക്കെ വെളിയിലൊക്കെ ഉള്ളവർ, ഗൾഫിലൊക്കെ ഉള്ളവരാണ്. അവരുണ്ടല്ലോ, അവരെന്തെടുക്കുമെന്നറിയാമോ? ഈ ഭർത്താവ് അവിടെ ഇല്ലയോ, അപ്പോൾ വീട്ടുകാരൊക്കെ അറിയാതെ മക്കളും ഒക്കെ ഉണ്ട്, അവരെയൊക്കെ അങ്ങ് എവിടെയെങ്കിലുമൊക്കെ ഒതുക്കിയിട്ടിട്ടല്ലേ അപ്പൻ്റെയും അമ്മയുടെയൊക്കെ അടുത്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അവരങ്ങ് പോകും. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണെന്നറിയാം? ആർക്കും അറിയത്തില്ലെന്ന്. ആർക്കും ഈ സംഭവമൊന്നും ആരും അറിയത്തേ ഇല്ല. ഞങ്ങൾ പോവും. ചിലരൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ പോയാൽ പിറ്റേ ദിവസം ഉച്ചയൊക്കെ വയ്യാറാകുമ്പോഴായിരിക്കും വരുന്നത്. ഇങ്ങനെ പോകുന്ന നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളവരെ ചിലരെയൊക്കെ നമുക്കറിയാവേ. അവർ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരും. ഈ പാവം ഭർത്താവ് ഒന്നീ വെളിയിലോ അല്ലെ മണലാരണ്യത്തിലോ ഒക്കെ കിടന്ന് കഷ്ടപ്പെട്ട് പൈസ ഇങ്ങോട്ട് കൊടുക്കും. ഈ ഭാര്യമാർക്ക് പൈസ മാത്രം മതി. ഭർത്താവിനെ അവർ സ്നേഹിക്കത്തൊന്നുമില്ലെന്ന്. ഭർത്താവിൻ്റെ പണം മാത്രം മതി. അങ്ങനെയുള്ള ഒരു ഒടുവിലായിരിക്കും ഈ ഭർത്താവിനെ അറിയുന്നത്. ഈ പാവം ഭാര്യയ്ക്ക് മാസം പൈസ അയച്ചു കൊടുക്കും. അമ്മയ്ക്ക് അയക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സഹോദരങ്ങൾക്ക് അയക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സഹോദരങ്ങൾക്ക് കൊടുത്തില്ലാലും പെറ്റതള്ളയ്ക്ക് കൊടുക്കണ്ടായോ എന്നേ. അത് ഈ ഭാര്യ സമ്മതിക്കത്തില്ലെന്ന്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളോട് എല്ലാം ചക്കരയാ, പൊന്നെ, തേന എന്നൊക്കെ പറഞ്ഞ് എല്ലാ ആണുങ്ങളും അടുത്ത് വരും. അവർക്ക് നമ്മളിൽ എന്തെങ്കിലുമൊക്കെ കാര്യം കാണാനായിട്ടുള്ള സ്നേഹം മാത്രമായിരിക്കും. അല്ലാതെ ഒരിക്കലും ഒരു വിവാഹം കഴിച്ചു പോയ ഒരു ഭർത്താവിന് നമ്മളോടൊരു സ്നേഹമോ അല്ലെ അങ്ങനെയൊന്നും തോന്നത്തില്ല. നമ്മുടെ ഭർത്താവിനായിരിക്കും നമ്മളോട് സ്നേഹം തോന്നുന്നത്. അല്ലാതെ മറ്റൊരു സ്ത്രീയോട് അവർക്ക് കാമബന്ധമായിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ സെക്സ് പരമായിട്ടായിരിക്കും അവർ വേറെ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത്. അല്ലാതെ അവർ ഓർക്കത്തില്ല എനിക്ക് ഭാര്യ ഉണ്ടെന്ന് അവൾ അറിഞ്ഞിട്ടും പിന്നെ അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നു. അപ്പോൾ അവൾ നാളെ ഒരുത്തൻ്റെ കൂടെ പോകത്തില്ലയോ? നീ ഭർത്താവ് ചിന്തിക്കത്തില്ലേ? എന്തായാലും പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ദൈവമേ,
കൊച്ചിൻ്റെ ജീവിതം വഴിയാധാരമായല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വന്നു വരുമോ. എന്ത് ചെയ്യാനാണെന്ന്. അതും വിവരമില്ലാത്ത കൊച്ചല്ലേ, കൊച്ചല്ലേ, 22 വയസ്സുള്ള കൊച്ച. ഈ 22 വയസ്സുള്ള കൊച്ച് 19 വയസ്സുള്ള 19, 20, 23 വർഷമായി. ഈ 19 വയസ്സുള്ള സമയം മുതൽ അവനുമായിട്ട് അങ്ങ് പ്രേമമായി, ഭയങ്കര പ്രേമമായി. വീട്ടിലെ ചേച്ചിക്കേ അറിയത്തുള്ളൂ. പിന്നെ ഈ പെൺകുട്ടി പറയുന്നുണ്ട് വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെയാണ്, അതായത് എൻ്റെ സമ്മതമില്ലാതെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ മറ്റേ കല്യാണത്തിനെല്ലാം മൂടിക്കൊണ്ടിരുന്നതെന്ന്. എന്തായാലും എൻ്റെ പൊന്ന് തമ്പുരാനേ, ഞാൻ 1000 നന്ദി പറയുന്നു. ആ മറ്റേ ചെറുക്കൻ രക്ഷപ്പെട്ടു. അവൻ കല്യാണം കഴിച്ചിരുന്നെന്ന് വരില്ലോ. ഈ ചേട്ടൻ്റെയും കൂടെ അവൾ പോകും, ആ ചെറുക്കൻ്റെയും കൂടെ പോകും. പിന്നെ ചേട്ടന് സംശയമാകും, വീട്ടുകാർക്ക് സംശയമാവും, അവൻ്റെ വീട്ടുകാർക്ക് സംശയമാകും, ആകെ സംശയമാകും. അപ്പം എന്നാ ചെയ്യാനാ? ഇപ്പം ആ പെൺകുട്ടി ആദ്യം വീഡിയോ ഇട്ടു, അത് ഇനി രണ്ടാമത് വീഡിയോ ഇട്ടു. ഇപ്പം ആ പെൺകുട്ടിയെ സാലറി കിട്ടാൻ കാരണം അവനങ്ങ് ഉപേക്ഷിച്ചെന്ന്. ഇപ്പോൾ പെൺകുട്ടി വീട്ടിലാണോ എവിടാണോ ഒരറിവുമില്ല. ഇപ്പം നാളെ പുതിയ അപ്ഡേഷൻ വേറെ വരും. അപ്പം ഞാൻ ആ അപ്ഡേഷനുമായിട്ട് വരാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ കല്യാണം കഴിച്ചാണെങ്കിൽ നമ്മൾ വേറെ ഒരു പുരുഷനെ സ്നേഹിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ അവരവരുടെ കാര്യം കാണാൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു സ്നേഹവും അവർക്ക് കാണത്തില്ല. അപ്പം നിർത്തുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ ഇനി അടുത്ത ട്രോളുമായിട്ട് വരാമേ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.